മോദി 3.0 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. കടയിൽ മാത്രം 25,000-ഓളം ലഡു ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് നാളെ വിതരണം ചെയ്യാനുള്ള ലഡു എല്ലാം ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. വോട്ട് പെട്ടി പൊട്ടിയിട്ടില്ല, തുറന്നിട്ടില്ല. പക്ഷെ അതിനു മുൻപേ പാലക്കാട്ടെ ഗീതം സ്വീറ്റ്സിൽ ലഡു തയ്യാറാണ്. മോദി 3.0 ഉറപ്പിക്കുകയാണ് BJP പ്രവർത്തകർ. ആഘോഷമാക്കി മാറ്റാൻ പെട്ടെന്ന് ലഡു അന്വേഷിച്ച് പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നാളെ വിതരണം ചെയ്യാനുള്ള ലഡു എല്ലാം ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിന്റെ പണിപ്പുരയിലായിരുന്നു ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ. അത്ര കോൺഫിഡൻസിലാണ് ഇവിടെയുള്ള ആളുകൾ. ഒരു പക്ഷേ ഈ എക്സിറ്റ് പോളുകളെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നത്. എന്നിരിക്കെ പോലും അല്പം കൂടി ഈ രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ചോദിക്കുകയാണ്, അതൊരു ഓവർ കോൺഫിഡൻസ് ആയി പോകില്ലേ, ഒരു അഹങ്കാരമാകില്ലേ എന്ന് ചോദിച്ചാൽ BJP പ്രവർത്തകർ പറയും അത് അഹങ്കാരമല്ല, ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് എന്ന്. ഇതൊരുക്കിയ ആളുകൾ തന്നെ നമ്മളോടൊപ്പം. ഇതൊരു ഓവർ കോൺഫിഡൻസ് ആണോ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് BJPയുടെ സംഘടനാ ശക്തിയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃപാടവത്തിലും വളരെ വ്യക്തമായ വിശ്വാസം തന്നെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവും ലോകാരാധ്യനുമായ ഭാരതീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകിയിരുന്നു. അബ് കി ബാർ 400 പാർ എന്നുള്ളത്, 400 എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷം എന്നത് ഈ രാജ്യത്ത് 5ാമത്തെ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീ അമിത്ഷാജി പറഞ്ഞു BJP കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു എന്നത്. ഞങ്ങൾ 400 എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാളെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുന്ന സമയത്ത് ഇന്നേവരെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സർക്കാർ ഈ രാജ്യത്ത് നിലവിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിൻ്റെ ഒരുക്കത്തിലാണ് പാലക്കാട്ടെ പ്രവർത്തകരെല്ലാവരും തന്നെ. ഇവിടെ ഇന്ന് കാലത്ത് മുതൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിൻ്റെ രാത്രിയാണ്. നമുക്കെല്ലാവർക്കും ഒരു ആഘോഷിക്കുവാനുള്ള ഒരു സമയം സമാഗതമായിരിക്കുകയാണ്. മോദി സർക്കാരിൻ്റെ ഒരു 3ാം വരവ്, മോദി 3.0 എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാവുന്ന തരത്തിൽ, ലോകത്തിന് മുഴുവൻ ആശ്ചര്യമാവുന്ന തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുവാനായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അതിൻ്റെ പുറകിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എത്ര മണിയോടുകൂടി ഇത് വിതരണം ചെയ്യാൻ പറ്റും? ഏകദേശം 12 മണിയോടുകൂടി വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പുകൾ മുന്നേ തന്നെ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് വീണ്ടും മോദി 3ാം തവണയും മോദി ഭരണത്തിലേറും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ 10 വർഷവും എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ പ്രവർത്തകരെ ചലിക്കുകയായിരുന്നു, സംഘടനാ വർക്ക് കൊണ്ട് ചലിക്കുകയായിരുന്നു. അതിലും കൂടെയുള്ള ആ ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് വീണ്ടും അധികാരത്തിലേറുന്ന ഫലപ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിട്ട് ഇത്രയും ഒരുക്കങ്ങളവിടെ നടത്തിയിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ആവേശത്തിലാണ്, കാത്തിരിപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നാളെ ഏകദേശം 11 മണിയോടെ, രാവിലെ 11 മണിയോടെ ആഘോഷങ്ങൾ ഇവിടെ തുടക്കം കുറിക്കും. അതോടുകൂടി തന്നെ പ്രവർത്തകരുടെ ആവേശത്തിലാണ്. ഇതാണ് എത്ര ലഡു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്? നമ്മൾ ഏകദേശം ഇപ്പോൾ 2 ദിവസമായിട്ട് വൻ തിരക്കാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഓർഡറും പിന്നെ അതിൻ്റേതായ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ച് ഈ ഒരു 2-3 ദിവസമായിട്ട് ഒരു 25,000 to 30,000 ലഡുവിൻ്റെ അടുത്ത് ചിലവുണ്ട്. ഈ 2-3 മറ്റു പാർട്ടികൾ ലഡു ഓർഡർ ചെയ്തിട്ടുണ്ട്? എല്ലാ പാർട്ടികളും ഓർഡർ ചെയ്തിട്ടുണ്ട്. ആരോ ഇത് പകുതി വിലക്ക് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. ശരി, ഇന്നും കോൺഗ്രസിൻ്റെ ആളുകൾ വലിയൊരു ദിവാസ്വപ്നത്തിലാണ്. അവർ നാളെ പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാവുമെന്നുള്ള വലിയൊരു ദിവാസ്വപ്നത്തിലാണ്. ആ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയുള്ള അവരുടെ ആഗ്രഹങ്ങൾ ഇനിയും ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒരു ഭാവി പ്രധാനമന്ത്രിയായിട്ട് തുടരാനുള്ള യോഗം ഇത്തവണയും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയ വിവരം, നാളെ വൈകുന്നേരം പട്ടായയിലോട്ടുള്ള ഫ്ലൈറ്റ് രാഹുൽ ഗാന്ധി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അത് എത്ര കണ്ട് യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളത് നാളെ വൈകുന്നേരത്തോട് നമുക്കറിയാം. അവരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ. അത് കുഴപ്പമില്ല. ഇപ്പോൾ ലഡു ഇപ്പോൾ ആര് ഓർഡർ ചെയ്താലും ജനങ്ങൾക്ക് കഴിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ പലതും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 2019-ലും 2014-ലും ഒക്കെ ഇതുപോലെ പല കാര്യങ്ങളും അവർ ഓർഡർ ചെയ്തതാണ്. അവസാനമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്താനും ഇനി നാളെ മുതൽ കേൾക്കാൻ പോകുന്ന മുറവിളി എന്ന് പറയുന്നത് മോദി ഞങ്ങളുടെ പ്രധാനമന്ത്രിയല്ല എന്നുള്ള തരത്തിലുള്ള മുറവിളിയായിരിക്കും നാളെ മുതൽ കേൾക്കാൻ പോകുന്നത്. അവർക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. കാരണം അവർ നിലത്ത് കാലുറപ്പിച്ച് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് ഈ ജനകീയപരമായിട്ട് മാറുവാനായിട്ട് അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല.
അവർ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തരത്തിൽ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്തും അതിലെ നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ രാവിലെ മുതൽ ചാനലുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ശോഭ കെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഈ രാഷ്ട്രത്തിനകത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മോദി പ്രഭാവത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി വീണ്ടും ഒരു സുശക്തമായ ഭരണത്തിലേക്ക് ഈ രാഷ്ട്രം നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇവിടെ മോദി 3.0 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ലഡു കൊണ്ട് തന്നെ ആ തരത്തിൽ അവരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 25,000-ഓളം, ഇപ്പം ഞാനുള്ള ഈ കടയിൽ മാത്രം 25,000-ഓളം ലഡു ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിപ്പോൾ നാളെ പാലക്കാട് നഗരത്തിലുമൊക്കെ ആയിട്ട് ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. അന്തിമമായിട്ട് അവരിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ തന്നെ പലയിടങ്ങളിലായി മധുര പലഹാരങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. എന്തായാലും ആ കാത്തിരിപ്പിന് മുൻപ് തന്നെ വിജയം ഉറപ്പിക്കുകയാണ് പാലക്കാട്ടെ BJP പ്രവർത്തകർ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ലഡു അടക്കം 25,000-ഓളം ലഡു അവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നാളെ അവർ പറഞ്ഞ പോലെ തന്നെ 11 മണിയോടുകൂടി അറിയാൻ കഴിയും രാജ്യം ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത് എന്ന്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.